നമുക്കൊപ്പമുള്ളത് ശ്രീ കെ വി എസ് ഹരിദാസ്. നേരത്തെ അനിൽകുമാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി അങ്ങേക്ക് പറയാം. അതിനോടൊപ്പം ഈ ലൂർദ് പള്ളിയിൽ കൊണ്ടുവയ്ക്കുന്ന കിരീടം, സുരേഷ് ഗോപിയുടെ നാട് തൃശ്ശൂരല്ല, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ലൂർദ് മാതാ പള്ളിയുണ്ട്, അവിടെ അദ്ദേഹം വെച്ചില്ല. ഈ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഇത് കൊടുത്തതെങ്കിൽ മകളുടെ നാട്ടിലോ വരൻ്റെ നാട്ടിലുമുള്ള 2 ലൂർദ് പള്ളി കിരീടം കൊടുത്തില്ല. തൃശ്ശൂരിൽ ഈ ലൂർദ് മാതാ പള്ളിയിൽ കിരീടം കൊണ്ട് കൊടുക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ എന്തുകൊണ്ട് തൃശ്ശൂരിലെ പള്ളി തിരഞ്ഞെടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരം ഷോകളിലൊക്കെ വോട്ട് മറിയാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്നതാണ് ഇന്നിപ്പോൾ വി ഡി സതീശനും ഒപ്പം CPM-ൻ്റെയും പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് എം വി ഗോവിന്ദ മാഷി ഈ വിസിറ്റിനോട് പ്രതികരിച്ചിരിക്കുന്നു. നിങ്ങളെയും എന്നെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതായത് ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ ആരെയാണോ RSS കാണുന്നത് അവരാണ് കേരളത്തിൽ കൂടുതലെന്നിരിക്കെ പ്രധാനമന്ത്രി എത്തുന്നത് ഈ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ മറുപടി, കെ വി എസ് ഹരിദാസ്? അല്ല ഡോക്ടർ അരുൺ, സമയം കുറവാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ അനിൽകുമാറിൻ്റെ വാദഗതികൾ മാത്രമല്ല, ശ്രീകുമാർ ഉയർത്തിയ ചില വിഷയങ്ങളുമുണ്ട്. അതിനും മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ ശ്രീകുമാറിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ചേർന്നിട്ട്, അവിയൽ മുന്നണി. ആ മുന്നണി വന്നത് കൊണ്ട് BJPക്ക് ബേജാറാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ. ഞാൻ ചോദിച്ചോട്ടെ, മമതാ ബാനർജി അനിൽകുമാറിൻ്റെ പാർട്ടിക്കാർക്ക് എത്ര സീറ്റ് കൊടുക്കും? കോൺഗ്രസ്സുകാർക്ക് എത്ര സീറ്റാണ് മമതാ ബാനർജി ഓഫർ ചെയ്തിരിക്കണേ? ഇതൊക്കെ പത്രം വായിക്കുന്ന സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം. ലോകസഭയിൽ 3 അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവ് അനിൽകുമാർ. അതിൽ 2 പേരെ ജയിപ്പിച്ചത്, പണം കൊടുത്ത് ജയിപ്പിച്ചത് DMK ആണെന്ന ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് വന്നിട്ട് ഈ ഉദ്ഘോഷിപ്പിക്കുമ്പോൾ ചരിത്രം നമ്മൾ മറക്കരുത്. ഇന്നലകളെക്കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം. 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 400 സീറ്റോട് കൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തും. 400 സീറ്റ്. ഞാനിത് നിങ്ങൾ എഴുതി വെച്ചോളൂ. നമുക്ക് 2024 തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം സൗത്ത് ഇന്ത്യയെ കുറിച്ചാണ് ശ്രീകുമാറിന്റെ വലിയ വിമർശനം. സൗത്ത് ഇന്ത്യയിൽ BJPക്ക് എന്തുണ്ട്? ഞാൻ പറയാം, 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരിക്കും. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അത് എത്ര സീറ്റെന്ന് ഞാൻ പറയുന്നില്ല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരിക്കും. കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടാവും, പോണ്ടിച്ചേരിയിൽ നിന്നുണ്ടാവും, ആന്ധ്രയിൽ നിന്നുണ്ടാവും, തമിഴ്നാട്ടിൽ നിന്നുണ്ടാവും, തെലങ്കാനയിൽ നിന്നുണ്ടാവും, കർണാടകത്തിൽ നിന്നുണ്ടാവും. നിങ്ങൾ ബെറ്റ് വെച്ചോളൂ. പക്ഷേ നിലവിൽ ഈ ഞങ്ങൾ അതിനുള്ള സംഘടനാ ശേഷി ശുഭകരമല്ല. കെ വി എസ് ഹരിദാസ്, തമിഴ്നാട്ടിലാവട്ടെ ആരുണ്ട്? രവിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ് തമിഴ്നാട് ജനത, ഗവർണർക്കെതിരെ. തെലങ്കാനയിൽ BJP അടുത്തൊടുന്നില്ല. ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ കോൺഗ്രസിന് ശക്തിയായിട്ട് ശർമിള കൂടി കോൺഗ്രസിന്റെ പക്ഷത്ത് ചേരുന്നു. കർണാടക നിങ്ങളുടെ കൈവിട്ടുപോയി, അവിടെ ആരുമില്ലാത്ത അവസ്ഥ. കേരളത്തിലാണെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. അരുണ് വിലയിരുത്തിക്കൊള്ളൂ. ഞങ്ങളുടെ വിലയിരുത്തലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP ഉണ്ടാകും. അതിനുള്ള സന്നാഹങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. 2019 ചിത്രമല്ല 24. മോഡി വേഴ്സസ് ആര്? ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും കഴിയില്ല. മോഡി വേഴ്സസ് ആര്? 2019 അരുൺകുമാറിന്റെ പാർട്ടിക്കാർ ഉൾപ്പെടെ അല്ല. അരുണെ, ഞാൻ പറഞ്ഞ കേൾക്കും. അരുണെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നടക്കാം. ആര് അവരുടെ മുന്നിലുണ്ട്? ആരെയാണ് അവർ മുന്നിൽ വയ്ക്കുന്നത്? പറയട്ടെ, ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ പറയുന്നത് 2019 കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞു. അതിന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പിണറായി വിജയനും അനിൽകുമാർ ഉൾപ്പെടെ പ്രസംഗിച്ച് നടന്നതിൻ്റെ പരിണിത ഫലം കൂടിയാണത്. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയാം 50 സീറ്റ് തികച്ച് കിട്ടാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് ആ 2019 ചിത്രമല്ല കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏതാണ്ട് ഇന്ത്യ മുഴുവൻ തൂത്തുവാറിയപ്പെട്ട CPM-ന്
കേരളത്തിൽ മാത്രം 2, 3, 4 ആളെ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്ത് പ്രയോജനമെന്ന് ഇവിടെ സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കും. ഇവിടുത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് തട്ടിപ്പിന്റെ ചരിത്രം ഇന്നിപ്പോൾ ഓരോന്നായിട്ട് നമ്മുടെ ജനമനസ്സുകളിലേക്ക് എത്തുന്നുണ്ട്. ഇതിനൊന്നും മറുപടി പറയാൻ ഇന്ന് CPM-ന് കഴിയുന്നില്ല. കഴിയുന്നില്ല. അനിൽകുമാറിന് അറിയാമത്. മാത്രമല്ല, അഴിമതിയിൽ കൂളിച്ച് കിടക്കുന്ന ഒരു സംവിധാനത്തിനുള്ളിലാണ് ഈ ഇടതു മുന്നണിയും CPM-ഉം ചെന്ന് പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിസ്സാര പ്രശ്നമല്ല. കേരളത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിന് മോദി സർക്കാരിന് സാധിച്ചു 9 വർഷം കൊണ്ട് എന്നൊരു കണക്ക് പറഞ്ഞു. ശരിയാണ്. ആക്ച്വൽ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ 25 കോടിയോളം മനുഷ്യർക്ക് പട്ടിണിയിൽ നിന്ന് കണക്കിൽ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്സ്ഫാമിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ 73% വിഭവങ്ങളും ഏറ്റവും ഉയർന്ന 10% ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ മില്യനെയർ ഉണ്ടാവുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മൊത്തം 1% സോഴ്സ് എന്ന് പറയുന്നത് 50%-ൻ്റെയും വിഭവങ്ങളായിത്തീരുന്നു. ഇങ്ങനെ ഒരു വലിയ സാമ്പത്തിക അസമത്വം രാജ്യത്തുണ്ടാവുന്നു എന്നാണ് CPM പറയുന്നത്, കോൺഗ്രസ് പറയുന്നത്. ആ സാമ്പത്തിക അസമത്വത്തിനെ നമുക്ക് ഈ പട്ടിണിപ്പാവങ്ങളെ രക്ഷപ്പെടുത്തി എന്നൊരു കണക്കുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ? KVS ഹരിദാസ്. അല്ല അരുണേ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന എക്കോണമിയാണ് ഇന്ത്യ ഇന്ന്. അനിൽകുമാറിന് മാത്രം പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടുത്തെ ലോകോത്തര സംഘടനകൾ മുഴുവൻ, സാമ്പത്തിക ഏജൻസികൾ മുഴുവൻ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയെ നോക്കുന്നു ലോകം മുഴുവൻ. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന നേതാവായിട്ട് നരേന്ദ്രമോദി മാറി എന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ കേരളത്തിലെ KVS ഹരിദാസ്, ഞാൻ ചോദിക്കും, ഞങ്ങളുടെ ഗവൺമെന്റിന്റെ സ്കീംസ് എന്താ? ഞങ്ങൾ കൊണ്ടുവന്ന സ്കീംസ് എന്താ? സ്വച്ഛ ഭാരത് ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ കളിയാക്കവരില്ലേ? ഞങ്ങൾ ഇവിടുത്തെ അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാരൻ്റെ ഹൃദയം കവരാൻ, അവൻ്റെ വിഷമങ്ങൾ അകറ്റാനുള്ള പദ്ധതികളാണ് ഞങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവന്നത്. അത് വളരെ ആസൂത്രിതമായ പദ്ധതികൾ തന്നെയായിരുന്നു. ഉജ്ജ്വല യോജന ആയിക്കോട്ടെ, ടോയ്ലറ്റുകളായിക്കോട്ടെ. ഉജ്ജ്വല യോജനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉജ്ജ്വല യോജനയിൽ 6 ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് 7ാമത്തെ ഗ്യാസിന് സബ്സിഡി ഒഴിവാക്കുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയില്ലേ? KVS ഹരിദാസ്, ഇപ്പോൾ 7ാമത്തെ സബ്സിഡിയുള്ള ഗ്യാസാണ് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പല സ്ത്രീകളും. സബ്സിഡി ഇല്ലാത്ത ഗ്യാസ്. അരുണേ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സ്ത്രീകളുടെ മനസ്സിൽ നരേന്ദ്രമോദിക്ക് ഒരു സ്ഥിരപ്രതിഷ്ഠ നൽകാൻ ആ സ്കീം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ വിജയത്തിന്റെ പിന്നിൽ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. Debate with Arun Kumar.